ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മീനുക്കുട്ടീൻ്റെ ലീവൊക്കെ കഴിഞ്ഞു കേട്ടോ. നാളെ സ്കൂളിൽ പോകാൻ മീനുക്കുട്ടി ഇങ്ങനെ ഉഷാറായിട്ടിരിക്കുകയാണ്. പഠിക്കാനൊക്കെ പിന്നെയാണ് ഈ വാങ്ങിയ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാണിക്കാനുള്ളൊരു തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അല്ലേ? അല്ലെങ്കിൽ പഠിക്കാനാണോ? പഠിക്കാനും കൂടിയാ ആണോ? അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഷോപ്പിംഗ് പോയതും നമ്മൾ സാധനം അൺബോക്സ് ചെയ്തതൊക്കെ വീഡിയോസാക്കി ഇട്ടിട്ടുണ്ട്. നാളെ പോകാനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ കുറേ നോട്ട്ബുക്കൊക്കെ ആൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് ബ്രൗൺ ഷീറ്റൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാളെ കൊണ്ടുപോകാനുള്ള ബുക്ക് ബാഗിലൊക്കെ സെറ്റാക്കി വെക്കണം. യൂണിഫോമൊക്കെ പഴയത് തന്നെയാണ് കേട്ടോ. അതൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് മീൻകുട്ടീൻ്റെ മേശയിൽ റെഡിയാക്കി വെക്കാൻ പോവാം. രാവിലെ എനിക്കും മേട്ടനും എല്ലാവർക്കും പോകാനുള്ള തിരക്കുള്ളതുകൊണ്ട് മീനുകുട്ടി ഇനി 2ാം ക്ലാസ്സിലാണ് കേട്ടോ. അതുകൊണ്ട് അവളെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും. ഇങ്ങോട്ട് ഒറ്റയ്ക്ക് കിടക്കും, അച്ഛമ്മേൻ്റെ ഒപ്പം കിടക്കും, ചിലപ്പോൾ അച്ഛനമ്മേൻ്റെ ഒപ്പം വാശി പിടിച്ച് കിടക്കും. പക്ഷെ ഇനി ഒരു സിംഗിൾ ബെഡിൽ അവളെ കിടത്താൻ പോവാണ് ഞങ്ങൾ. അല്ലേ? 2nd സ്റ്റാൻഡേർഡ് അല്ലേ? അടുത്ത കൊല്ലം തൊട്ട് സെപ്പറേറ്റ് റൂമിൽ കിടക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. എല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് പോകുന്നതല്ലേ. മീനുകുട്ടിക്ക് എല്ലാം ഒരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊരു മഴ ചാറാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ണാൻ നിൽക്കണം. അപ്പോൾ അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളിതാ ഇതുകൊണ്ട് പുറത്ത് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് സ്കൂബിഡേൻ്റെ ബാഗിൻ്റെ ഒപ്പം കിട്ടിയ സാധനമാണ്. ഇതാണ് ഇത് കറക്റ്റ് ഇതിനുള്ളിൽ പിടിക്കണം. അപ്പോൾ മീനുകുട്ടി ഇതിട്ട് കളിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ വന്നത് നമുക്ക് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞത്. ഇതുവരെ ഇത് പഠിച്ചിട്ടില്ല, ഇത് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ മഴ പെയ്യാണ്, നമ്മൾ അകത്ത് പോവാം. നമുക്കെല്ലാം സെറ്റാക്കി വെക്കാം കേട്ടോ മീനുകുട്ടിൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ മീനുകുട്ടിക്ക് ഒരു സർപ്രൈസ് സാധനമായിരുന്നു. പക്ഷെ ഇതിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലായി, പറഞ്ഞു. കണ്ടിട്ടില്ല കേട്ടോ. നെയിം സ്ലിപ്പാണ്. ഇപ്പം എല്ലാം ഒരു ട്രെൻഡായിട്ടില്ലേ, ഓരോ ട്രെൻഡുകളാണല്ലോ. കാർട്ടൂണിൻ്റെ ഒക്കെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയം ഫ്ലവറും കാർട്ടൂണൊക്കെ അവളും അങ്ങനെ തന്നെ എടുത്തിട്ടോ കഴിഞ്ഞ കൊല്ലം വരെ. ഇപ്പം എല്ലാവരും നെയിം സ്ലിപ്പിൽ സ്വന്തം ഫോട്ടോ വെച്ച് അടിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇതുപോലത്തെ സംഭവം ഞാൻ കുറേ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ പേജുകൾ. പക്ഷെ നല്ല റേറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൊറിയർ ചാർജൊക്കെ വേണ്ടേ. അപ്പോഴാണ് സുഗനീൻ്റെ ഒരു കസിനെ ഞാൻ കണ്ടപ്പോൾ അവർ മോൾക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നെയിം സ്ലിപ്പ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല തിക്കായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇപ്പം നമ്മൾ മീനുക്കുട്ടീൻ്റെ പേര് അവന്തിക ധനൂപ്, പിന്നെ എന്താണ് ക്ലാസ്, ഡിവിഷൻ, സ്കൂളിൻ്റെ പേര്, ഇതൊക്കെ കൂടി അതിൽ ചെയ്യാൻ പറഞ്ഞിരുന്നു കേട്ടോ അവരോട്. ഇനി റോൾ നമ്പർ എത്രയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ സബ്ജക്റ്റ് ഇത് മാത്രം നമുക്കിനി അവിടെ എഴുതിയാൽ മതി. പിന്നെ ഒരു രസമാണ്, പക്ഷേ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാൻ നല്ല വൃത്തിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത് വാട്സാപ്പ് കോണ്ടാക്റ്റ് കൂടി പുള്ളിക്കാരിനെ വിളിച്ച് പറഞ്ഞു തന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിത് 120 ആണ് 30 പീസിന് വരുന്നത്. ഇത് അടുത്ത് കുറേ പേര് പല റേറ്റിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല ഫിനിഷിംഗ് ആണ്. നല്ലപോലെ നമ്മൾ പറയുന്ന പോലെ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചും തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹാപ്പിയാണ്. അപ്പോൾ ഏകദേശം ബുക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്തു വെക്കാനുള്ളതെന്ന് വെച്ചാൽ മീനുകുട്ടീൻ്റെ യൂണിഫോമാണ്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് മഴയാവും, ഇപ്പോൾ കറണ്ടും പോയിട്ടോ. പിന്നെ ഇതിന് അതൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കി വെക്കണം. ഇതൊക്കെ മീനുകുട്ടീൻ്റെ യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴയ സെറ്റ് ഉള്ളത് കൊണ്ട് പുതിയതൊന്നും എടുത്തിട്ടില്ല ഇപ്രാവശ്യം. ഇത് മാത്രമല്ലാതെ വെനസ്ഡേക്കും ഉണ്ട്, അതും നമ്മൾ പുതിയതൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതന്നെ നമുക്ക് ശരിക്കും തിങ്കൾ ചൊവ്വ ഇടും. പിന്നെ ബുധനാഴ്ച അവർക്ക് വേറെ യൂണിഫോമാണ്. അതുകൊണ്ട് 2 സെറ്റ് മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. പിന്നെ ഷർട്ടാണെങ്കിൽ 3 ഉണ്ട്. മീൻകുട്ടിക്ക് അതാണ് അങ്ങനെ പെട്ടെന്ന് മുഷിഞ്ഞു പോവുക. ഇതൊക്കെ മീൻകുട്ടീൻ്റെ അച്ഛമ്മ ഞങ്ങൾ കഴിഞ്ഞ പാട് വാഷ് ചെയ്ത് വെച്ചതാണ്. അച്ഛമ്മ വീണ്ടും എടുത്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്യണം. പക്ഷെ ഇപ്പം കറണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കറണ്ട് വന്നിട്ട് ഞാനിത് കൈയോടെ അയൺ ചെയ്ത് വെക്കണം എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോഴേക്ക് കറണ്ട് പോയി. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അങ്ങനെ മീൻകുട്ടീൻ്റെ ഏകദേശം എല്ലാം റെഡിയായി. നാളെ പിന്നെ ഉച്ച വരെ ക്ലാസ്, അതുകൊണ്ട് ഫുഡ് കൊണ്ടുപോകണ്ട. സ്നാക്സ് മാത്രം ചെറുതായിട്ട് കൊടുത്തു വിട്ടാൽ മതി. പിന്നെ ID കാർഡ് ഇല്ലല്ലോ, പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ടൈ ഇല്ല, ബെൽറ്റ് ഉണ്ട്. എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ മീൻകുട്ടിൻ്റെ ലഞ്ച് ബാഗ് സെറ്റാക്കാണ് കേട്ടോ. ലഞ്ച് ബാഗ് നാളെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ ലഞ്ച് ബോക്സ് തന്നെയാണ് കേട്ടോ, പുതിയത് വാങ്ങിയിട്ടൊന്നുമില്ല. ഇതിനൊരു കുഴപ്പമില്ല, അതുകൊണ്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ജസ്റ്റ് വാഷ് ചെയ്യും. അപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മീനുകുട്ടീൻ്റെ എന്താണ് ഉപ്പേരിക്ക് കൊണ്ടുപോകുന്ന പാത്രം, അത് കഴിഞ്ഞിട്ട് കറിയൊക്കെ എടുക്കുന്നത് ഇങ്ങനത്തെ കേട്ടോ.
പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് ഉണ്ട്. പറ്റുമെങ്കിൽ ഞാൻ അതിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവാൻ വേണ്ടിയും കൂടിയാണ് ഇത്. ഇതാണ് മീൻകുട്ടീൻ്റെ ലഞ്ച് ബാഗ്. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാകമായിട്ട് നോക്കി വാങ്ങിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ മീൻകുട്ടീൻ്റെ വാട്ടർ ബോട്ടിൽ. പക്ഷെ നാളെ വെള്ളം ബാഗിൽ തന്നെ വെച്ച് കൊണ്ടുപോകും. വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. എടുക്കുന്നതിന് മുമ്പേ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. കറക്റ്റ് എൻ്റെ ഉള്ളിൽ നിൽക്കും. അതിന് കണക്കാക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. മീനുകുട്ടീൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചു. ഇത് നമുക്ക് കളയാം. പിന്നെ നാളെ മീനുകുട്ടി ശരിക്കും ഇതിൽ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുള്ളൂ. ഉച്ചയ്ക്ക് 12:30 വരെയൊക്കെ ക്ലാസ് ഉള്ളൂ. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മുറുക്ക് അപ്പൊ മീനുകുട്ടിക്ക് ഇതിൽ മുറുക്കൊക്കെ ഇട്ട് ഞങ്ങൾ കൊടുത്തയക്കും കേട്ടോ. ഊണുണ്ടെന്ന് മുറുക്കൊന്നുമില്ല. അപ്പം വെള്ളവും സ്നാക്സും മാത്രമേ നാളെ ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ. ഇത് ഞങ്ങൾ സെറ്റാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ എന്റെ ഷൂവും ചെരുപ്പും കേട്ടോ ഇത്. അപ്പൊ ഞാൻ മഴക്കാലം ആണെങ്കിൽ എന്താ ചെയ്യാ, ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകും. പിന്നെ മഴക്കാലം അല്ലെങ്കിൽ ഷൂ ഇട്ടിട്ട് പോകണം എനിക്ക്. അപ്പോൾ ഇത് വെനസ്ഡേക്ക് ഇടാനുള്ളതാണ് ഈ വൈറ്റ് സോക്സ്. ഇത് അത് കഴിഞ്ഞിട്ട് ഉള്ള ദിവസത്തിന് ഇടാനുള്ള ബ്ലൂ സോക്സ്. അപ്പൊ ഇതാണ് എന്റെ ജോൺസിന്റെ കട. ഇത് തുറന്ന് കാണിച്ചു തരാം. മീൻകുട്ടി ഇതാ കൊട. മഴക്കാലമായതുകൊണ്ട് ഇത് നിർബന്ധമാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ കൊല്ലം റെയിൻകോട്ടൊക്കെ വാങ്ങിയിരുന്നില്ല, അതിന് മുമ്പത്തെ കൊല്ലമൊക്കെ. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ മീൻകുട്ടിക്ക് അത്ര ആവശ്യം വരുന്നില്ല. അത് വേസ്റ്റ് ഓഫ് മണി ആയിപ്പോയി ഞങ്ങൾക്ക്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഏതാ അവള് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. അപ്പൊ അതാ ഇതും ബാഗിന്റെ ഒപ്പം എടുത്തു വെക്കാൻ പോവാണ്. ഇത് മീനുകുട്ടീന്റെ സ്കൂബിഡിന്റെ ബാഗാണ് കേട്ടോ. ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്രാവശ്യം ബാഗ്. അപ്പൊ മീനുകുട്ടിക്ക് ഇതാ ഒരു റഫ് നോട്ട് ബുക്ക് നമ്മൾ ജസ്റ്റ് കൊടുത്തുവിടാണ്. ഫസ്റ്റ് ദിവസമല്ലേ, ടൈം ടേബിൾ ഒന്നുമില്ല, കൊടുക്കുകയാണ്. പിന്നെ ബോക്സും ഉണ്ട്, പൗച്ചും ഉണ്ട്. അപ്പം മീൻകുട്ടി ഫസ്റ്റ് ഡേ പൗച്ച് മതി എന്നാണ് പറയുന്നത്. അതിലേക്ക് നമ്മൾ ഇങ്ങനത്തെ പെൻസിലൊന്നും ഞാൻ ഒരിക്കലും വാങ്ങി കൊടുക്കൂല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം ഒരു പെൻസില്. പിന്നെ ഇതാ നമ്മളെ ഫാബർ കാസ്റ്റിൻ്റെ ഒരു പെൻസിലുണ്ട്. ഇത് ഞാൻ വാങ്ങിയ റീസൺ പറഞ്ഞിരുന്നില്ലേ, അതെന്താ വെച്ചാൽ ക്ലാസ്സിലൊന്നും ഒരു വ്യത്യസ്തമായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പണ്ട് അപ്സരയാണ് കൂടുതൽ വാങ്ങുന്നത്. ഇപ്പം ബ്ലാക്ക് കളർ പെൻസിൽ ഒരു പെൻസിൽ മതി. അപ്പോൾ ഒരു പെൻസില്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നാളെ ആയതുകൊണ്ട് കുറേ എന്തൊക്കെയോ ഷാർപ്നറും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് കൊണ്ടുപോവാം. ഏതാ വേണ്ടേ? ഇത് മതി. അപ്പൊ നമുക്ക് നാളെ ഇത് കൊടുത്തുവിടാം. ഓക്കെ. ഇതായി ഷാർപ്നർ പിന്നെ റബ്ബർ എറൈസർ രണ്ടും കൂടി ഉണ്ട് കേട്ടോ. ഷാർപ്പറാണ്, എറൈസറായിട്ടും യൂസ് ചെയ്യാം, എല്ലാം ചെയ്യാം നമുക്ക്. 2 in 1 ആണ്. അപ്പൊ അതും കൊടുക്കുന്നുണ്ട്. വേറെ ഇനിയിപ്പോ ഷാർപ്പനർ ഇതിലുള്ളതുകൊണ്ട് വേറെ ഷാർപ്പനർ വേണ്ടല്ലോ. ഓക്കെ. അപ്പൊ ഇത്രയും സാധനങ്ങൾ നാളെ കൊടുക്കുന്നുള്ളൂ. കളർ പെൻസിലുകളൊന്നും നാളെ കൊടുക്കുന്നില്ല. അതൊക്കെ നമുക്ക് ഓരോ ടൈം ടേബിളൊക്കെ ആകുമ്പോൾ അതനുസരിച്ച് കൊടുക്കാം. എവിടെ മീൻ ഇതൊക്കെ വെക്കേണ്ടത് ഇതിൽ വെക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ ഒറ്റൊരു ഇതേ ഉള്ളൂ. നാളേക്ക് നമ്മൾ ഈ വെള്ളത്തിന്റെ കുപ്പിയും കൂടി ബാഗിൽ തന്നെ വെക്കും. നാളെ ഒരു ദിവസം അല്ലേ? നാളെ നമുക്ക് ലഞ്ച് ബാഗ് ഇല്ലാത്തത് കൊണ്ട്, ലഞ്ച് ബാഗ് നാളെ എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഈ വെള്ളത്തിന്റെ കുപ്പിയും ഒപ്പം ഈ സ്നാക്സ് ബോക്സും കൂടി ഓക്കെ. പൗച്ച് ഞാൻ ഇവിടെ വെക്കുന്നു. ഓക്കെ. അങ്ങനെ മീനുകുട്ടി സ്കൂളിൽ കൊണ്ടുപോകാൻ നാളെ ഇത്ര സാധനമേ ഉള്ളൂ കേട്ടോ. ഒരു നോട്ട്ബുക്ക്, പെൻസില്, എറൈസറും പിന്നെ എന്താണ് ഷാർപ്പനറും എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പിന്നെ വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും വെച്ചിട്ടുണ്ട്. നാളെ അത്രയ്ക്കേ ഉള്ളൂ. ഒരു കുടയും കൂടി എടുത്ത് നമ്മളെ മീനുകുട്ടി നാളെ സ്കൂളിലേക്ക് പോകും അല്ലെ മീനുട്ടി? കളർ പെൻസിൽ പിന്നെ തരാം. അങ്ങനെ നമ്മൾ മീനുകുട്ടിന്റെ എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടോ. ഇനി ഇത് റൂമിൽ കൊണ്ട് വെക്കാനാണ്. റൂമിൽ വെളിച്ചല്ല, കറണ്ട് പോയി. അതാ നിങ്ങൾ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഡ്രസ്സ് അയൺ ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത്. ഡ്രസ്സും കൂടി അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ ബാഗ്, ബാക്കി ബുക്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. മീനുവിൻ്റെ ടെക്സ്റ്റും നോട്ട്സൊക്കെ കൂടി ഇത്രയേ ഉള്ളൂ. ഒരു കൊല്ലത്തിനുള്ളതാണ്. ഇത് മതിയെന്നാണ് തോന്നുന്നത്. വേണമെങ്കിൽ ചിലപ്പോൾ 1-2 എക്സ്ട്രാ നോട്ട്സേ വേണ്ടി വരുള്ളൂ. എല്ലാം സെറ്റായി. മീനുകുട്ടി നാളെ തൊട്ട് സ്കൂളിൽ പോവാണ്. ഹാപ്പി അല്ലേ? മീനുകുട്ടീനെ പോലെ സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികളും നല്ലവണ്ണം പഠിക്കണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.